നമസ്കാരം. കുട്ടികളുടെ ജാതകം കൊണ്ട് ഒരുപാട് മാതാപിതാക്കൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോവുകയാണ്. വളരെയേറെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. മക്കളുടെ സ്വഭാവം ശരിയല്ല, പലതിലേക്കും വഴിതെറ്റിപ്പോരുകയാണ് എന്നിങ്ങനെ അവർ അക്കങ്ങളിട്ട് പറയുകയാണ്. ഓരോ കാര്യങ്ങളും വളരെ ഏറെ വിഷമം പിടിച്ച കാര്യമാണ്. ഇതിലേക്ക് ഒരു ചിന്ത മാത്രമാണ് പറയുന്നത്. ഇനി ഇത് തന്നെയാണ് എന്ന് ഒരിക്കലും ആരും വിചാരിക്കരുത്. കാരണം പലതരം ആസ്പെക്ട്സ് ഉണ്ടല്ലോ, പലതരം വിഷയങ്ങളുണ്ടല്ലോ ഒരു കാര്യം നാം കാണുമ്പോൾ. ഇതിൽ ഒരുപാട് മുറികളുള്ള വീടുകൾ, ഒരു മുറി അല്ലെങ്കിൽ 2 മുറി ഉള്ള വീടുകൾ, ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ സംസാരിക്കാമെന്ന് കരുതി. ഒരുപാട് മുറികൾ ഉള്ള വീടുകളിൽ മക്കൾ ഓരോരുത്തരും ഓരോ മുറിയിലാണ്, അടച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ പ്രൈവസി ആഗ്രഹിക്കുന്നു എന്നുള്ള മെസ്സേജ് കൺവേ ചെയ്ത് പോയി കഴിഞ്ഞു. അത് 1 കൊല്ലം 2 കൊല്ലം 10 കൊല്ലം 15 കൊല്ലമായി അത് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. ഇനി മക്കളെ താഴെ വരുമോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്നും ഇപ്പോൾ പറ്റില്ല എന്ന് പറയും. ഇല്ലെങ്കിൽ മുറി തുറക്കാൻ അവകാശമില്ല. കാരണം മുറിയുണ്ട്. കാരണം നമ്മളും വീട് കെട്ടണം, മറ്റുള്ളവനെ കാണിക്കണം. അവന് സമമായിട്ട് ഞാനും വീട് കെട്ടി എന്നുള്ളതാണല്ലോ കേരളത്തിൽ പൊതുവെ അങ്ങനെയാണ്. നാം താരതമ്യമാണ് നമ്മുടെയൊക്കെ പ്രധാന പണി. പക്ഷേ ആ വീടുകളിൽ സന്തോഷമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരെ മറിച്ച് 1 മുറിയും 2 മുറിയും ഉള്ള ചെറിയ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവർ കുട്ടികളോടൊത്ത്, ഇന്ന് മൊബൈലൊക്കെ ഉണ്ട്, എന്നിരുന്നാലും താരതമ്യേന കുട്ടികളോടൊത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, തറയിലിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് തന്നെ കിടന്നുറങ്ങി, ആ മുറിയിൽ തന്നെ ഉറങ്ങി ശീലിച്ച് ജീവിതത്തിലേക്ക് മുന്നോട്ട് നീങ്ങണമെന്നുള്ളൊരു ചിന്തയോടുകൂടി അങ്ങനെ സ്വഭാവം രൂപീകരിക്കപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതേ സമയം 10-12 മുറിയുണ്ട്, ഇല്ലെങ്കിൽ 4-5 മുറിയുണ്ട്, ഇത് മകൻ്റെ മുറി, ഇത് മകളുടെ മുറി എന്നൊക്കെ പറഞ്ഞ് നാം ബെഡ്റൂമൊക്കെ ആക്കി കൊടുത്ത് നമ്മൾ തന്നെ പ്രൈവസി കൊടുത്ത് അവിടെ എന്താ നടക്കുന്നത് എന്ന് പോലും അറിയാതെ കുറേ കാലത്തിന് ശേഷം ഈ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോഴാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോയേ എന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് വരികയാണ്. നമ്മളടുത്ത് വന്ന് ഒരു സുദർശനോമം കഴിച്ചാൽ ഇതൊക്കെ ശരിയാകുമായിരുന്നെങ്കിൽ എന്നേ നന്നായി പോയേനെ. ഒരു സുദർശന ഹോമമോ ഒരു ഗണപതി ഹോമമോ ശിവന് ധാരയോ കഴിപ്പിച്ചാൽ ഒരാളുടെ സ്വഭാവം നന്നാകുമായിരുന്നെങ്കിൽ എന്നേ നന്നായേനെ എന്നുള്ള ചിന്തയാണ്. കാരണം പലതരം സാഹചര്യമാണ് ഒരു കുട്ടിയെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഇത് ഏവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വീട് പൊളിച്ച് കളയുക എന്നുള്ള സന്ദേശമായിട്ടൊന്നും ഇതിനെ കരുതരുത്. കാരണം നമ്മൾ ചേർന്നിരിക്കുന്ന സമയങ്ങൾ കുറഞ്ഞു കഴിഞ്ഞു. അവരവരുടെ ലോകത്താണ്. ഒന്നാമത് മൊബൈലാണ്. എല്ലാവരും ശരീരം കൊണ്ട് ഇന്ത്യയിലാണ്, മനസ്സ് മുഴുവനും യൂറോപ്പിലും ലണ്ടനിലുമൊക്കെ ഇരിക്കുകയാണ്. മനസ്സ് GMTയിലാണ്. എന്ത് ചെയ്യുന്നു എന്നത് പോലും അറിയില്ല. എന്തിനാണ് വാല്യൂ കൽപ്പിക്കേണ്ടത്? കാരണം വാല്യൂ ബിൽഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സമൂഹം തന്നെ നമ്മളെ വഴിതെറ്റിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് നാം സന്തോഷത്തോടു കൂടി കാലം മാറി കോലം മാറണം എന്നുള്ള ഡയലോഗൊക്കെ അടിച്ച. പക്ഷേ അവനവന് ദുഃഖം വരുമ്പോൾ പേഴ്സണലായിട്ട് ആരും അറിയാതെ നമ്മളെപ്പോലെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുകയാണ്. ഒരു രാഹുവിന് എന്തെങ്കിലും ഒരു പൂജ കഴിക്കുക, അല്ലെങ്കിൽ ശനിപ്രീതിക്കായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാകുമായിരുന്നെങ്കിൽ എന്നേ നാട് നന്നായേനെ. ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല ഇവിടെ അഭിപ്രായപ്പെടുന്നത്. കാരണം ഒരു ഇങ്ങനെ ചിന്തിക്കാൻ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ്സ്, ഒരു B കോംപ്ലക്സ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ വേറെ ഒരു അസുഖവും വരില്ല എന്നുണ്ടെങ്കിൽ എത്ര നന്നായേനെ. അങ്ങനെയല്ലല്ലോ. എവർക്കും അറിയാമല്ലോ ഇതെങ്ങനെ സ്വീകരിക്കണം, ഒരു ഇൻഫർമേഷൻ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത്. ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, കളക്റ്റീവായിട്ട് നാം കൂട്ടുകുടുംബവുമായിട്ട് ജീവിച്ചിരുന്നു. പലരുടെയും ഉപദേശങ്ങൾ, പലരുടെയും ചിന്തകൾ ചെറുപ്പകാലത്ത് മുതൽക്ക് തന്നെ നമ്മുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ട് നമ്മളറിയാതെ ധർമ്മബോധത്തിലേക്ക് നീങ്ങി. ഇന്ന് അതിനുള്ള സാഹചര്യമില്ല. ആ സാഹചര്യം എങ്ങനെയെങ്കിലും നാം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ നൽകുവാനായിട്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ മുറി ഓൾറെഡി കെട്ടിക്കഴിഞ്ഞു, വീടൊക്കെ ഉണ്ട്, ഇനി അടിച്ച് പൊട്ടിക്കുക, ആ ഒരു സന്ദേശമല്ല. കൊച്ചു വീടുകളിൽ കുട്ടികളും മാതാപിതാക്കളും ആരൊക്കെയുണ്ട് അവരെല്ലാം കൂടി ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. വലിയ വലിയ വീടുകളിൽ നാം കാണുമ്പം
ഭയങ്കര ധനികനാണ്, കാറുണ്ട്, അതുകൊണ്ട് ഇനി അതുപോലെ ആകാനുള്ള ശ്രമത്തിൽ നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നഷ്ടപ്പെടുകയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞും ഇതെല്ലാം ചെയ്തിട്ടും കുട്ടികൾ വഴിതെറ്റുന്നുണ്ട്, അത് നമ്മുടെ കയ്യിലില്ല എന്ന് വിചാരിക്കുക. പക്ഷെ നാം ചെയ്യേണ്ടത് ചെയ്തിരിക്കണം. ഇതേവരും ഓർക്കുമല്ലോ. നമസ്കാരം.